ബിഗ് ബോസ് സീസൺ 7 രേണുവിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. രേണു വെറും പരാജയം. രേണു ആദ്യം മുതൽ അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കും, മിണ്ടാതെ മിനിങ്ങാതെ ഗെയിം കളിക്കൂല. രേണു എവിടെയും ചെന്നിരുന്നിട്ട് കഴിക്കുന്നത് എന്തോന്നാണ് അരി വാരി കഴിക്കും, പഞ്ചസാര, പിന്നെന്തോ മണ്ണ അങ്ങനെ എങ്ങാണ്ടൊക്കെ കഴിക്കുമെന്നൊക്കെ അനുമോളടുത്ത് പറയുന്നതായിട്ട്. ഇതൊക്കെയാണ് രേണുവിൻ്റെ ഇത്. എപ്പോഴും വിശപ്പാണ്. രേണുവിന് എന്തെങ്കിലും കഴിക്കണം, ഉറങ്ങണം, ഈ ഒരു ചിന്ത മാത്രമേ രേണുവിനുണ്ടായിരുന്നുള്ളൂ. ഈ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ഈ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്? ഇവർക്ക് കൂടുതൽ നെഗറ്റീവായി അതിൻ്റെ പേരിലാണ് ഇവർ കയറിപ്പോയത്. വെറും മോശമായ പ്രകടനമാണ് അവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. രേണു ചെന്ന ഉടനെ എൻ്റെ സൂചേട്ടാന്ന് വിളിച്ചും കൊണ്ട് ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് മുകളിലോട്ട് എൻ്റെ സൂചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്ന്, പിന്നെ രേണു കാണിക്കണത് കുറേ വിധവാക്കാരുടെ ഇറക്കം, വേറും മോശമായ പ്രകടനം. ക്യാമറ സ്പേസിൽ ചെന്ന് നിന്നും കൊണ്ട് വിധവാക്കാരുടെ ഇറക്കണ്, എൻ്റെ കിച്ചു മോനെ, എൻ്റെ ഹൃദപ്പ കിച്ചുവിനൊന്നും കാണക്കം പോലും ഇല്ല. രേണു ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇങ്ങനെയൊക്കെ കുറേ അങ്ങ് കാണിച്ചു കൂട്ടി. പിന്നെ കാല് വേദന എടുക്കണ്, വാദത്തിൻ്റെ ഇത് വന്ന്, പിന്നെ എന്തോ മരുന്നാങ്ങണ്ട തേച്ചു കൊടുക്കുന്ന സമയത്ത് സൂക്കുട്ട സൂമോനെ സൂക്കുട്ടാന്നും പറഞ്ഞ് കിടന്നങ്ങ് ഒരുമാതിരി വെറുതെ ആ സുതിയെ വെച്ച് രേണു അങ്ങ് അന്നേ കണ്ടന്റ് ഉണ്ടാക്കി തന്നെ. സുതിയെ വെച്ചിട്ട് ആ മരിച്ചുപോയ സുതിയെ അവിടെയെങ്കിലും കിടക്കാൻ സമ്മതിക്കാതെ ഈ രേണു കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇവിടെ അങ്ങ് ഫുൾ അപരാധങ്ങൾ ഓരോരുത്തരെ പറഞ്ഞിട്ടാണല്ലോ ബിഗ് ബോസിലോട്ട് കയറിയത്. നമ്മളെ ബിഷപ്പിനെ, നല്ല ഒരു മനസ്സിനുടമയായ ബിഷപ്പിനെയും ഫിറോസിനെയും, പിന്നെ അതുപോലെ താജ്, പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത ആ പെൺകുട്ടിയെ, ഇനിയിപ്പോൾ അത് വരുമ്പോൾ അതിന് കേൾക്കാം. ആ മുടിയൊക്കെ നശിച്ച് പോയി, അതിലിനി ഇല്ല, മൊത്തത്തിൽ പൊഴിഞ്ഞ് പേനും ഈരുമൊക്കെ ആയി, അവിടെയൊക്കെ വീണ് നെറ്റുവാരമൊക്കെ ഇറച്ച് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടു. അങ്ങനെയൊക്കെ ആയി. എന്തൊരു കാരണം ഉണ്ടെങ്കിൽ രേണുവിൻ്റെ കണ്ടന്റ് എന്താണ്? എൻ്റെ സൂചേട്ടാ. അങ്ങനെയാണ് നമ്മളെ മസ്താനി കയറി ചെന്നു. മസ്താനി ചെന്നതിന് ശേഷം മസ്താനി എന്തോന്ന് ചെയ്ത് രേണുവിൻ്റെ അടുത്ത് ഒന്ന് ചൊറിഞ്ഞിട്ട് ചോദിച്ചു, സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഒരനക്കോ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രേണു അങ്ങോട്ട് അപ്പോഴാണ് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഇല്ലേ, ഞാൻ അവിടെ ചെന്നിന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നിന്നും കൊണ്ട് ഞാൻ എൻ്റെ സൂക്കുട്ട സൂമോനെ, പിന്നെന്തോന്ന് വിളിക്കണ വിധവാക്കാർഡും, പിന്നെ എന്തൊക്കെയോ കുറേ ഇങ്ങനെയൊക്കെ എൻ്റെ കിച്ചുമോനെ എന്നൊക്കെ വിളിച്ചിട്ട് എന്ത് സ്ക്രീൻ സ്പേസ് ഇല്ല എന്ന് പറയണത് എന്നും പറഞ്ഞ് രേണു അങ്ങോട്ട് തട്ടിപ്പി. എവിടെ ആരിയ്ക്കണം അവരിടയിൽ ചെന്നിരുന്ന് കല സ്ക്രീൻ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് രേണു ഇങ്ങനെ കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ രേണു അവിടെ ചെന്ന് പറയണത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് കാണിച്ചത് കൊണ്ടാണ് അവിടെ കളിയാക്കിയത്. അതുകൊണ്ട് രേണു അവിടെ ചെന്ന് ഇന്നും കൊണ്ട് പിന്നെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് രേണു ഒരുപാട് പ്രയത്നിച്ചു. അങ്ങനെ ഇപ്പം കൂടെ പറയുന്ന രേണുവിന് ഒരേ ഒരു കാര്യം, എനിക്ക് വീട്ടിൽ പോകണം, ബിഗ് ബോസ് എന്നെ തുറന്നു വിടൂ, ബിഗ് ബോസ് എനിക്ക് എൻ്റെ കിച്ചുവിനെ കാണണം, എൻ്റെ ഹൃദപ്പനെ കാണണം. എൻ്റെ പൊന്നെ കിച്ചുവിനെയൊന്നും കാണക്കൊന്നുമില്ല. വർഷത്തിലൊരിക്കൽ ആ കുട്ടി ഇങ്ങോട്ട് വരും. ആണ്ടിലൊരിക്കലാണ് ആ കുട്ടി ഇവിടെ വരുമ്പോഴത്തേക്ക് അവിടെ ഇല്ല. ഇതിന് റീൽസിനെന്ന്, നാടകത്തിനെന്ന്, ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ആ കൊച്ചിയിലൊക്കെ റോഡിൻ്റെ മധ്യത്ത് കിടന്ന് ഇങ്ങനെ ആടി, നമ്മൾ കണ്ട കാര്യമാണ് ആ റോഡിൻ്റെ മധ്യത്ത് കിടന്നൊക്കെ കാണിച്ച കോലങ്ങൾ. അതിനായിട്ട് അങ്ങ് പോവും. അത് അവരോരിഷ്ടം, അവരെന്തോന്നിനാ പോട്ട്. എന്നിട്ട് അതിനകത്ത് കയറി ചെന്നിട്ട് ഇത് തന്നെ പറച്ചില്ലേ, എൻ്റെ സൂക്കുട്ട. എത്രയോ പേര് ഭർത്താക്കന്മാർ മരിച്ച എത്രയോ സ്ത്രീകളുണ്ട്, കൊച്ചു കുട്ടികളെയും കൊണ്ട് താമസിക്കണവരുണ്ട്. എപ്പോഴും ഇങ്ങനെ എൻ്റെ സൂക്കുട്ടായി സുതിയെ വെച്ചിട്ട് വിറ്റ് ക്യാഷ് ഉണ്ടാക്കണം എന്ന് വേണം പറയാൻ. എന്നിട്ടിപ്പോൾ ഇന്നലെ ഇരുന്നു കൊണ്ട് പറയണ്, എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ്, എന്നെ ഒന്ന് ഇറക്കി വിടൂ ബിഗ് ബോസ്, എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ്. എൻ്റെ പൊന്ന് ബിഗ് ബോസേ, വല്ല ആവശ്യമുണ്ടാ ഇങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ പിടിച്ചോണ്ടിട്ടേക്കണം? പറയുമ്പോഴേ അങ്ങ് തുറന്നു കൊടുക്കണ്ടേ, അങ്ങ് പോട്ടെന്ന് വിചാരിക്കണം. അതിനകത്ത് മറ്റുള്ള വിന്നി അവരാരൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണുപിള്ളേരെ അഭിനയമാണ് ഈ പെണ്ണുപിള്ള ഇങ്ങനെ കാണിക്കണത്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ ക്യാമറയിൽ പോയി ഇങ്ങനെ ഇരുന്നോണ്ട് കരഞ്ഞിട്ട് പിന്നെ അവരാരെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയില്ല, ഞാൻ 100 ദിവസം നിന്നിട്ടേ പോവുള്ളൂ. ഇതിൽ വെച്ച് മനസ്സിൽ വെക്കണം എവളാടവ്. ഇനി പറയണമെന്നുണ്ടെങ്കിൽ അങ്ങ് തുറന്ന് വിട്ടുകൊടുക്കണം. പിന്നെ ഇങ്ങനെ ഇതിനകത്തോട്ട് കേട്ടില്ല, ആ പോക്കെ കെട്ടും കിടക്കെ എടുത്തോണ്ട് അങ്ങ് പോവാൻ പറയണം. ഇതിനെയൊക്കെ എന്തിനാണ് പിടിച്ച് അതിനകത്ത് ഇട്ടിരിക്കണ? രേണുവിൻ്റെ വീട്ടിലുള്ളവരൊരു ഇൻ്റർവ്യൂ എടുത്ത് അതൊന്ന് കാണാം.
ഏറ്റവും കൂടുതൽ ഓണം കണ്ട നിങ്ങളല്ലേ? എന്താ ഇപ്പോഴത്തെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ എന്തുവാ? ഓണം സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ രേണു ബിഗ് ബോസിലായിരുന്നു അത്. പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. കിച്ചുണ്ട്, നിളപ്പനുണ്ട്, യവന, അങ്ങനെ ഞങ്ങളുടെ കൊച്ചുമക്കൾ 4 പേരും എല്ലാരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാ ഓണത്തിനേക്കാളും ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്താ? ഈ ഓണം സ്പെഷ്യലാക്കുന്ന പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എന്താ പറയുന്നത്, രേണു ബിഗ് ബോസിലായതുകൊണ്ട് കുറച്ചുകൂടി സ്പെഷ്യലാണ്. കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ ഒരു ഒന്നുമല്ലെങ്കിലും ഇപ്പോൾ നമ്മളൊരു ആശംസയൊക്കെ പറഞ്ഞല്ലോ, അതൊരു സ്പെഷ്യലല്ലേ ജീവിതത്തിൽ. അതെ. അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഇപ്രാവശ്യത്തെ ഓണം? എനിക്ക് സന്തോഷമാണ്. രേണു ബിഗ് ബോസിൽ പോയതുകൊണ്ട് ബിഗ് ബോസിലുള്ള എല്ലാവർക്കും രേണുവിനും പ്രത്യേകം ഓണാശം. ബിഗ് ബോസിൽ പോയത് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ്. കൊച്ചുമക്കളെല്ലാവരും ഇരിക്കണ്. മോളിവിടെ ഉള്ളവരെല്ലാവരെയും ചീത്തയും വിളിച്ചിട്ടല്ലേ ബിഗ് ബോസിലോട്ട് തള്ളിക്കൊണ്ട് കയറിയത്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവസരം പെട്ടെന്ന് കിട്ടുമല്ലോ. ഓണാശംസകൾ പറയുന്നു. അത്രേ ഉള്ളൂ. ഈ ബിഗ് ബോസിൽ രേണു ചേച്ചി പോയതുകൊണ്ടാണ് ഓണം ഇത്ര സ്പെഷ്യൽ ആയത് പ്രാവശ്യത്തെ. ചേച്ചി എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്തായിരിക്കും? രേണു ബിഗ് ബോസിൽ പോയത് തന്നെയായിരിക്കും. ഇപ്പൊ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുപോലെ തോന്നില്ലേ? അതെ തോന്നുന്നുണ്ട്. വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് അങ്ങനെ ആയത്. ചേച്ചി കണ്ടപ്പോ എന്താ തോന്നിയതൊക്കെ? സന്തോഷം തോന്നി, കുറച്ച് ആക്റ്റീവ് ആയല്ലോ. ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിന്നാല് 100 ദിവസം പോകും തോന്നുന്നുണ്ട്. മസ്താനിയെ കാരണമാണ് ആക്റ്റീവായ. മസ്താനി ചുമ്മാതെ ചെന്ന് ഇന്ന് കണ്ടന്റ് ഇട്ട് കൊടുത്തു. മസ്താനി അറിഞ്ഞ് നിങ്ങളെ കാണാനൊന്നും ഇല്ലല്ലോ അതില് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ചാടിക്കേറി. പിന്നെ അവിടെ എവിടെയും ചെന്നിരുന്നും കൊണ്ട് എന്ന് പറഞ്ഞ് ചിരിയും എൻ്റെ സൂച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്. എന്തൊരു കോപ്രായങ്ങളാണെന്തോ. അങ്ങനെ നിന്നാ പോകും തോന്നുന്നു. അപ്പൊ ഇത്രയും ദിവസം ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരുന്നപ്പോ ചേച്ചി എന്താ വിചാരിച്ചേ? ഒരു സൈഡില് മാത്രായിരുന്നില്ലേ ഒരു ക്യാമറ സ്പേസ് കിട്ടാതെ? അപ്പൊ ചേച്ചി എന്താ വിചാരിച്ചേ? പെട്ടെന്ന് ഇറങ്ങുന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് ഇറങ്ങുമായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പോട്ടെ. എങ്ങനെയുണ്ട് കിച്ചുവിന്റെ ഓണാഘോഷം? ഇവിടെയാണോ ഓണാഘോഷിക്കുന്നത്, അതേ കൊല്ലത്താണോ? രണ്ടിടത്തും ഓണാഘോഷം ഉണ്ട്. കുറച്ച് സ്പെഷ്യൽ ആക്കുന്നത് എന്താ ഇപ്രാവശ്യത്തെ ഓണം? ബിഗ് ബോസിൽ പോയത് തന്നെയാണ്. ഹാപ്പി ആണോ ഇപ്പൊ ഈ ഓണത്തിന്? കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഓണാഘോഷം കഴിഞ്ഞോ കൊല്ലത്തെ? ഇല്ല, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടത്തെയാണ് ഫസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഓണം സെലിബ്രേഷൻ എന്താ? സെലിബ്രേഷൻ കൂട്ടുകാരായിട്ട് എന്തെങ്കിലും ഗെയിം അങ്ങനത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം അവിടെ. കോളേജില് ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഓണത്തിന്റെ? ഇല്ല. വരാൻ പോകുന്നേ ഉള്ളൂ അതോ ഇല്ലായിരുന്നു തോന്നുന്നു. ഫംഗ്ഷൻസ് ഇല്ലായിരുന്നു. കിച്ചു ഒത്തു കിട്ടില്ലേ? വീഡിയോ എടുക്കാൻ മാത്രം. ഓക്കെ. കൊറേ വൈൽഡ് കാർഡ് കേറിയത് കിച്ചു കണ്ടില്ലേ? അവര് കേറിയപ്പോ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുപോലെ തോന്നുന്നുണ്ട് അമ്മ. കുഴപ്പമില്ല. കിച്ചുവിന് ഒരുമാതിരി. കിച്ചുവിന് കുഴപ്പമില്ല. കിച്ചു നാളെ പറഞ്ഞ്, കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞ് അങ്ങനെയൊന്നും കാണുന്നില്ല. ഞാൻ കാണുന്നത് നെവിൻ്റെ ഒരിതാണ് കാണുന്നത്. ഈ രേണുവിൻ്റെ ഒരു കോപ്രായം കാണില്ല. അവനെ എന്നെ നാണക്കേടായി അവിടെ ചെന്ന് കിടന്നിട്ട് എൻ്റെ ഷൂ ചേട്ടാ ഇങ്ങനെ കണ്ണും തള്ളി ഷൂ ചേട്ടാ എന്ന് വിളിച്ചോണ്ടാണ് കയറുന്നത്. ഈ വൈൽഡ് കാർഡ് കേറിയതില് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ ഞാൻ എല്ലാരും ഒന്നും കണ്ടൊന്നുമില്ല. ഈ റീൽസിൽ വരുന്ന എപ്പിസോഡ്സ് ഉണ്ടല്ലോ. റീൽസ് കണ്ടപ്പോ മനസ്സിലായില്ല ആരൊക്കെയാ കേറിയത്. എനിക്കങ്ങനെ ആരും പ്രത്യേകിച്ച് ആരും ഇഷ്ടപ്പെടാൻ. ഇപ്പോഴും നെവിൻ തന്നെയാണോ ഫേവറേറ്റ്? ആണ്. ഈ നമ്മുടെ മസ്താനി കേറിയപ്പോഴാണ് കുറച്ചും കൂടി പുള്ളിക്കാരത്തി കുറച്ച് ക്യാമറ സ്പേസ് കിട്ടിയെന്ന് പറയുന്നുണ്ടാണോ? ഞാൻ പറഞ്ഞില്ല, ഇതിനെ കുറിച്ച് പറയാനായിട്ട് കണ്ടാലേ നമ്മള് പറയാൻ പറ്റൂ. അപ്പം അവൻ കാണാറില്ല. സത്യം പറഞ്ഞാൽ അവൻ കാണാറില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനവും കാണാറില്ല. ഈ റീല് കണക്ക് വരണ ശകല ഭാഗങ്ങൾ മാത്രം ആ കിച്ചു കാണും. അവന് നാണക്കേടായെന്നേ. അവൻ ഇവിടെ വെച്ചും പറയുന്നത് രേണുവിൻ്റെ റീൽസ് അങ്ങനെയൊന്നും ഷോർട്ട് ഫിലിം അങ്ങനെയൊന്നും കാണൂല. അവന് ഭയങ്കര ചിരിയായിരുന്നു, കോമഡി ആയിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട്. കാണുന്നൊരിതേ ഉള്ളൂ എനിക്ക്. റീലിലൊക്കെ ഭയങ്കര വൈറലാണല്ലോ അമ്മയുടെ ഡാൻസ് ഒക്കെ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇങ്ങനെ തന്നെയാണോ രേണു ചേച്ചി വീട്ടിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാറുണ്ടോ? അത് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. പക്ഷെ അത് ഭയങ്കര ഒരു ചേഞ്ച് ആയി പോയല്ലേ? അതിനകത്ത് ഇത്രയും നാള് മിണ്ടാണ്ടിരുന്നിട്ട് പെട്ടെന്ന് കയറി ഡാൻസ് കളിച്ചത്. വീട്ടിലും അങ്ങനെ തന്നെയാ, ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാ, ഡാൻസും പാട്ടും. അതാണ് അച്ഛനാണ് പറയാനുള്ളത്. പറയും
പാട്ടും ഉണ്ടാക്കി ഡാൻസും കളിച്ചു. പാട്ട് ഉണ്ടാക്കി ഡാൻസും കളിക്കും. എങ്ങനെ തങ്കച്ചൻ ചേട്ടൻ അവിടെ പൈസയ്ക്ക് വരണവരെ അച്ഛനും മോളും കൂടെയാണ് ഓട്ടിക്കണേ. 70 വയസ്സായ ഒരു പ്രായം ചെന്നവരെ അപ്പാപ്പ അവർക്ക് കൊടുക്കാനുള്ള പൈസയും ചോദിച്ചും കൊണ്ട് വന്ന് എന്തോ അസുഖത്തിന് ചികിത്സിക്കാനാ കണ്ട പാവം ആ ബിഷപ്പിന്റെ വീട്ടിന്റെ അവിടം വരെ വന്നിട്ട് ഇങ്ങോട്ട് ഈ രേണുവിന്റെ വീട്ടിന്റെ ആ സൈഡിനോട്ട് വരാൻ പോയതും തങ്കച്ചനും രേണുവും കൂടെ അങ്ങ് ഇറങ്ങി കമ്പും തടിയും വടിയായിട്ട് കല്ലറിയായിട്ട് പാവം ഓടി. അപ്പാപ്പൻ ഓടടാ ഓട്ട. അപ്പാപ്പന് പൈസയും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. എന്നിട്ടാണ് ഇവള് ബിഗ് ബോസിൽ പോയത്. ഉണ്ടായിരുന്നത് കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. നല്ല രസമായിരുന്നു. ഈ വൈൽഡ് കാർഡ് കേറിയപ്പോഴാണ് രേണു ചേച്ചി കുറച്ചുകൂടി ആക്റ്റീവ് ആയത് അല്ലേ? ആ ഇത്തരത്തില് ഇങ്ങനെ ആക്റ്റീവായിട്ട് കളിച്ചു പോയാല് 100 ദിവസം പോകും തോന്നുന്നുണ്ടോ? പിന്നെ പറയുന്നില്ല, കളിച്ചു പോവാണ് ഏറ്റവും നല്ലപോലെ കളിക്കുന്നവരൊക്കെ നിൽക്കും. അതെ. അച്ഛന് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? രേണു ചേച്ചി അല്ലെങ്കിൽ രേണു ചേച്ചി അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് നമ്മളെ മകളുള്ളതുകൊണ്ട്, മോളായതുകൊണ്ട് മോൾക്ക് മറ്റുള്ള എല്ലാരും ഇഷ്ടം. ഇഷ്ടമാണ്. അമ്മയ്ക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനെയാണ്. എല്ലാവരും ഈ വൈൽഡ് കാർഡ് വന്ന മസ്താനിയാണ് ആദ്യം ഇക്കാര്യം രേണുവിന്റെ നേരെ ചാടിക്കേറിയത്. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവര് ഓരോരുത്തർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു രീതിയല്ല, അത് ഒരു ഗെയിം ആയിട്ട് ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിലാണ് കാണുന്നത്. ബിഗ് ബോസ് കാണാറില്ലേ? കാണാറുണ്ട്, എപ്പിസോഡ്സ് കാണാറുണ്ട്. ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? രേണു. ചേട്ടായി ചേച്ചിയുടെ ഭർത്താവ്. ബിഗ് ബോസ് കാണാറില്ലേ? ആ കാണാറുണ്ട്. ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് ആരാ? രേണു. അല്ലെങ്കിൽ അതിനകത്തും പ്രത്യേകിച്ച് ആരുമില്ല. നെവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ, രേണു അല്ലാതെ വേറെ ആരും അതിനകത്ത് കളിക്കൂലെന്ന്. രേണുവിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. രേണു ആണ് നല്ലോണം കളിക്കണത്. രേണു ആണ്, അല്ലാതെ ആരും അതിനകത്ത് നല്ല ആക്റ്റീവായിട്ടും ഇല്ല, നല്ലോണം കളിക്കുകയില്ല, ഒന്നും ചെയ്യില്ല. രേണു ആണ് അതിൽ കളിക്കണത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച തൊട്ട് പുള്ളി ഭയങ്കര അലമ്പ ആണ്. ഇപ്പൊ വൈൽഡ് കാർഡ് കേറിയതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളേ? വള്ളിക്കാരെ എല്ലാം മോശം. വളിക്കാരുടെ എല്ലാം മോശം, വൈൽഡ് കാർഡ് തന്നെ ഒന്നും കൊള്ളില്ലല്ലേ? ഒരുത്തം കൊള്ളത്തില്ല. എന്ന് വെച്ചാ മസ്താനി ആണേലും നമ്മളോർത്തു രേണുവിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി, അല്ല കാര്യങ്ങളല്ല, രേണുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നതായിരുന്നു. പക്ഷെ രണ്ടാമതാണ് അനുവിന്റെ അടുത്ത് പോയി നിന്ന് കരയുന്നു. അതെ. ഇതിനെ രേണുവിനെ പ്രകോപിപ്പിക്കാനാണ് അതിനകത്തോട്ട് മസ്താനിയൊക്കെ കയറിയെന്ന് വിചാരിച്ച്. പിന്നെയാണ് അറിയണ പിന്നെ അനുവിൻ്റെ അടുത്ത് പോയി ഇന്ന് കരയണമെന്ന്. അപ്പൊ ഇവര് വിചാരിച്ച അങ്ങനെയല്ല. രേണുവിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോൾ വിചാരിച്ചു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെന്നങ്ങ് പറഞ്ഞ് രേണുവിനെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു. ഗെയിമാണ് കേട്ടാ. ചുമ്മാതെ മിണ്ടാതെ മിനിങ്ങാതെ അവിടെ ചെന്നിരുന്ന് ഒരറ്റത്ത് ചെന്നിരുന്ന് ആരും കാണാതെ അരിയും വാരി തിന്ന് പഞ്ചാരയും വാരി തിന്ന് മണ്ണും ഒരു പിടി വാരി കൊണ്ടുവച്ച് തിന്നുകണക്കൊന്നും അല്ല. ഇതൊക്കെ അവരുടെ ഇത്. ശരിക്കും മസ്താനി പ്ലാൻ ചെയ്തിട്ടാണ് കയറിയെന്ന് തോന്നുന്നുണ്ടോ? രേണു ചേച്ചീനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ആളുള്ളതായിട്ട് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. മസ്താനി ഇത്ര നാളെ ഇത് കണ്ടിട്ട് അവിടെ കേറിയല്ലേ, അപ്പൊ പിന്നെ നമ്മൾ എന്നാ പറയാനാ? ഇത്ര നാളും അവിടെ കണ്ടിട്ട് കേറിയിട്ട് പിന്നെ ഇതുപോലെ കാണിക്കുവാണെ പിന്നെ എന്നെ പറയാൻ അല്ല പിന്നെ. അപ്പോ ഈ ഫൈനൽ 5 വരും തോന്നുന്ന 5 പേര് ആരൊക്കെയാ? രേണു വരും. ഓക്കെ. പിന്നെ അനുമോള് വരും, അനീഷ് വരും, അനുമോള് വരും, അനീഷും വരും, അത് ഉറപ്പ്. പിന്നെ നമ്മളെ മറ്റേ പുള്ളിക്കാരനെ പേര് അക്ബർ അല്ല, മറ്റേ ഷാനവാസ്. ഷാനവാസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ. പിന്നെ ആരും പിന്നെ ആരും വരാൻ കൊള്ളൂല. രേണു വരും, അനുമോള് വരും. ആ രേണു മസ്റ്റായിട്ട് വരും. രേണു ഉറപ്പായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് ചേട്ടായി. രേണു തന്നെയാണ് ഒന്നാമത് പറഞ്ഞ. പിന്നെ അനുമോള് വരും, പിന്നെ ഷാനവാസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അനീഷ് വരുമെന്നുണ്ട്. വേറെ ആരും ഫൈനലിൽ വരൂല കേട്ടോ. രേണുവാണ് ഒന്ന് വരണത്. എല്ലാം കൂടെ അങ്ങ് ഔട്ടാക്കി കളയണം. അതാണ് എനിക്ക് അത് അത്ര വലിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പഴയ ബിഗ് ബോസ് ആണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ആണ് കൊള്ളാവുന്നേ? പഴയത് ഇപ്പൊ ഒരു ഗുമ്മില്ലല്ലേ കാണാൻ? ഇത് എടുത്ത് രാവിലെ തന്നെ നമ്മള് ഇത് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നതാണ്.
ഇപ്പൊ ലൈവായിട്ട് കാണുമ്പോൾ തന്നെ തുടങ്ങുന്നത് തെറിയല. ഇപ്പോ നമ്മുടെ മസ്താനി വന്നിട്ട് ആദ്യം എടുത്തിട്ട ഒരു കാര്യമാണ് വിധവാ കാർഡാണ് നമ്മുടെ രേണു ചേച്ചി ഇറക്കുന്നതെന്ന്. അങ്ങനെ ഒരു കാര്യം പോലും അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ വെറുതെ എടുത്തിട്ട കാര്യമാണ് വിധവാ കാർഡാണ് ഇറക്കുന്നത്. നാണമല്ലേ സുധിച്ചേട്ടന്റെ പേരിൽ ഇങ്ങനെ പ്രശംസ നേടാന്ന് പറഞ്ഞിട്ടായിരുന്നു മസ്താനി പ്രശ്നം തുടങ്ങിയത്. അപ്പൊ ഇതിന് നല്ല രീതിക്ക് പ്രതികരിച്ചിട്ടുണ്ട് രേണു ചേച്ചി. അപ്പൊ ഇത് കണ്ടപ്പോ വിധവാ കാർഡ് ഇറക്കി രേണു പ്രതികരിച്ചിട്ടുണ്ട്. കിച്ചുവിന് എന്തേലും തോന്നണം. അപ്പൊ കിച്ചു പറയണ അമ്മ പ്രതികരിച്ചല്ലോ, വിധവാ കാർഡെന്നും പറഞ്ഞുകൊണ്ട് രേണു അതിനകത്ത് ഫുള്ള് പറഞ്ഞുകൊണ്ട് നടന്നു. ഇവിടെ അങ്ങനെ തന്നെ ഇവള് ഈ ഷോർട്ട് ഫിലിമിലൊക്കെ പോകണിടത്തോ അതിൻ്റെ ഇടയിലും വിധവാ കാർഡ് ഇറക്കും. എൻ്റെ സൂച്ചേട്ട ചുമ്മാ പണത്തിന് വേണ്ടിയിട്ട്. ഇത് ഈ വെറുതെ അതിനകത്ത് കാണിക്കുന്ന കോപ്രായങ്ങളാണ്. ഇവക്ക് ഇവിടെ ആയിരുന്നാലും ഇവക്ക് പണം വേണം. ആര് പണം കൊടുത്തിട്ടുണ്ടോ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ സുതി ഉള്ളപ്പം മേടിച്ച ക്യാഷ് പോലും ഇവക്ക് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്, ഇവള് തിരിച്ചു കൊടുക്കൂല. 75 വയസ്സായ ഒരു അപ്പൂപ്പൻ വന്ന ആ അപ്പൂപ്പനങ്ങ് കൊടുക്കൂലായിരുന്ന മേടിച്ച പൈസ അതുപോലും കൊടുത്തില്ല. പാവം ചികിത്സയ്ക്കാൻ കണ്ട പോവാനായിട്ട്, ചികിത്സിക്കാൻ ഹോസ്പിറ്റൽ ആവശ്യത്തിനായിട്ടാണ് വന്നത്. എന്നിട്ട് ആ അപ്പൂപ്പന് പോലും പൈസ കൊടുക്കാതെയാണ് ഇവള് ബിഗ് ബോസിൽ പോയി അവിടെ കിടന്ന് ഷൂ ചേട്ടാ, എൻ്റെ ഷൂ കുട്ടാ, എൻ്റെ ഷൂ മോനെ. കിച്ചുവിന് എന്താ തോന്നിയേ? അല്ല, അമ്മ പ്രതികരിച്ചല്ലോ. അമ്മ പ്രതികരിക്കേണ്ട രീതിക്ക് അമ്മ പ്രതികരിച്ചു. ഒന്നും പറയുന്നില്ല, മനത്ത് നടക്കുന്ന പോലെ ആണ്. ചേച്ചിക്ക് എന്താ തോന്നിയത് വേണ്ടിട്ട്? അവൾക്ക് പറയാനുള്ള അവള് തിരിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾക്ക് ഒന്നും പറയാൻ. ഇതൊക്കെയാണ് ബിഗ് ബോസിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ രേണുവിൻ്റെ വീട്ടുകാർ ഇൻ്റർവ്യൂ കൊടുത്തതിൽ ഇവിടെ എന്തായാലും ഇവിടെ എല്ലാവരെയും ചീത്ത വിളിച്ചിട്ടല്ലേ പോയത്. രേണു ഫുള്ള് ചീത്തയായിരുന്നു. ഫുള്ള് വായി തോന്നണ ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. ഓരോരോ ആർക്കും ഒന്നും പറയാൻ പറ്റൂല. വീട് നശിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവരെ വീട്ടുകാർ തന്നെ വീട്ടിൻ്റെ പെയിൻറ് മൊത്തം ചുരണ്ടിയിട്ട് അവരെ പറ്റി ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കണം. ഇവള് എന്തിന് കണ്ടാലും ഇവള് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. എന്തോന്ന് ഗെയിമാണ് അവിടെ കളിക്കുന്നത്. രേണു ഈ പറഞ്ഞ കണക്ക് ഇപ്പം മസ്താനി ചെന്നതിന് ശേഷം ആരെങ്കിലും ഇടയിൽ ചെന്നിരുന്ന് ഈ പരദൂഷണത്തിൻ്റെ ഇടയിൽ പോയി ഇരിക്കാറുണ്ട്. ഇതാണ് രേണു അവിടെ ചെയ്യണത്. രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് പറയണമെന്ന് തോന്നാണ്. രേണു ആണ് ഫൈനലിൽ വരണത്. രേണു ആണ് അവിടുത്തെ നല്ല കളിക്കാരി. രേണു ആണ് അടിപൊളി, വേറെ ആരും ഇല്ല അതിൽ കേട്ടാ. ബിഗ് ബോസേ, എൻ്റെ പൊന്നു ബിഗ് ബോസേ, ഈ സാധനത്തിനെയൊക്കെ എടുത്ത ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കുണ്ടല്ലോ ഇത് വെറും ചവറ് കേസാണ്. ഇന്നലെ അങ്ങോട്ട് ചെന്നിട്ട് ഒരു തുള്ളി കണ്ണുനീരാവട്ടെ ഒന്നുമില്ല. എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ കിച്ചു, എൻ്റെ ഋതപ്പ, എൻ്റെ മക്കളെ കണ്ടിട്ട് കുറേ നാളായി ക്യാമറയിൽ വെക്കും. എന്നിട്ട് പറയും എനിക്ക് കണ്ടോളാൻ വയ്യ, എനിക്ക് വീട്ടിൽ പോകണം. ക്യാമറയിൽ വെക്കണതാണ് കേട്ടോ. എൻ്റെ പൊന്ന് രേണു, നിനക്ക് ഈ ബിഗ് ബോസ് എന്തിനിങ്ങനെ ഉള്ളവരെ പിടിച്ചാൽ അപ്പോഴേ അങ്ങ് ഇറക്കി വിടണ്ടേ? എന്നാ നീ പൊയ്ക്കോ, അതിലങ്ങ് തുറന്നു കൊടുക്കണ്ടേ? അപ്പോഴേ അങ്ങ് തുറന്നു വിടണം. ഇങ്ങനെയുള്ളവരെയൊക്കെ അതിനകത്ത് എന്തിനാണ് വേസ്റ്റ്, വെറും വേസ്റ്റ്.